ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഈ വിവാദം പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് സ്വപ്ന സുരേഷ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടെന്ന നിലയിൽ. അപ്പോൾ സ്വപ്ന സുരേഷ് ഈ നയതന്ത്ര ബാഗേജ് കടത്തിയടക്കം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിട്ടതോടുകൂടിയാണ് അതും വലിയ ചർച്ചാ വിഷയമായി മാറിയത്. ഇവിടെ ഡി മണി അല്ലെ സുബ്രഹ്മണ്യം എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സ്വപ്ന സുരേഷിൻ്റെ വാദത്തെക്കുറിച്ച് അല്ലെ അവരുടെ കമൻറ്റിനെ കുറിച്ച് പിന്നീട് ചർച്ചകളൊന്നും മുന്നോട്ട് പോയില്ല. എവിടെയോ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളില്ലേ? കഴിഞ്ഞ ദിവസം മനോരമയിലൊരു വാർത്ത വന്നിരുന്നു. കാരണം UAE കോൺസുലേറ്റിൽ സ്വപ്ന സുരേഷും PS സരിത്ത്, സ്വപ്ന സുരേഷിന്റെ കൂടെ അറസ്റ്റിലായ ആളാണല്ലോ സരിത്ത്, പാലക്കാടും സരിത്ത് സ്വപ്ന സുരേഷിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവര് രണ്ടുപേരും ഒക്കെ ബന്ധപ്പെട്ടിരുന്ന UAE കോൺസുലേറ്റിൽ നിന്ന് കുറെ നയതന്ത്ര ബാഗേജുകൾ, നയതന്ത്ര ബാഗേജ് എന്ന് പറയുമ്പോൾ ഗ്രീൻ ചാനൽ വഴിയാണല്ലോ പോകുന്നത്, ഒരു ചോദ്യവും അതിൻ്റെ അകത്തില്ല. അങ്ങനെ പോകുന്ന നയതന്ത്ര പാക്കറ്റുകൾ, ബാഗേജുകളുടെ അകത്ത് ഈ ശബരിമല സ്വർണം അല്ലെങ്കിൽ അതിൻ്റെ പാളിയോ ശില്പമോ, ഈ പഞ്ചലോഹ ശില്പം എന്നൊക്കെ പറയുന്നില്ലേ, ഈ സംഗതി ആ നയതന്ത്ര ബാഗേജുകളിൽ കടത്തിയിരിക്കുമോ എന്നൊരു സംശയം നിലയിൽ നിൽക്കുന്നതായിട്ട് മലയാള മനോരമയിൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു. അപ്പോൾ സ്വപ്ന സുരേഷ് ഈ ശബരിമല പ്രശ്നം ഉണ്ടായപ്പോൾ അവര് ഒരു സംശയം ഉയർത്തിയിരുന്നല്ലോ. ഇവിടുത്തെ ഈ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഫാമിലി എന്ന് പറയില്ലേ, പ്രഥമ കുടുംബം, ഇവിടുത്തെ പ്രഥമ കുടുംബത്തിന് അതിനെപ്പറ്റി ചില ധാരണകൾ കാണും എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നത്. ഇത് എന്തായാലും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോകോൾ വിഭാഗം ഉണ്ടല്ലോ സെക്രട്ടേറിയറ്റിലെ, ഈ പ്രോട്ടോകോൾ വിഭാഗത്തിലെ ഒരാളുടെ പേര് സുനിൽ കുമാറോ അങ്ങനെ എന്തൊരു പേരും മനോരമയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. 10-15 പേർക്ക് ആവശ്യമില്ലാതെ ഈ ID കാർഡുകളൊക്കെ, ഈ ഡിപ്ലോമാറ്റിക് UAE കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെടാനും ഈ ഡിപ്ലോമാറ്റിക് ബാഗേജുകളൊക്കെ കൈകാര്യം ചെയ്യാനും ഒക്കെ ID കാർഡുകളും ഒക്കെ 10-15 പേർക്ക് സപ്ലൈ ചെയ്തിരുന്നു എന്നൊക്കെ ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോ ഈ അന്വേഷണം ഈ വഴിമുട്ടി നിൽക്കുകയാണല്ലോ. ഇവർക്കൊന്നും പ്രത്യേകിച്ച് ബന്ധമുള്ളതായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഡി മണി മറ്റേ ദിണ്ടിഗൽ മണിയാകാം, ദാവൂദ് മണിയാവാം, ഡയമണ്ട് മണിയാവാം, ദുബായ് എന്തെങ്കിലുമൊക്കെ ആകാം. പിന്നെ ഈ ബാലമുരുകൻ എന്ന് പറഞ്ഞൊരാള്, രാജപാളയത്തിലുള്ള ശ്രീകൃഷ്ണൻ, ഇവരൊക്കെ 3 പേരെയും വിളിപ്പിച്ചിരുന്നല്ലോ. രാജപാളയത്ത് ശ്രീകൃഷ്ണന്റെ വീട്ടില് റെയ്ഡും ഒക്കെ നടന്നിരുന്നതാണ്. അവിടെ ഒരു 57 പേരെ അറസ്റ്റ് ചെയ്ത ഒരു റീഡിയം കുംഭകോണം ഉണ്ട് തമിഴ്നാട്ടില്. അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടന്ന എന്ന് പറഞ്ഞാൽ ആളുകളെ പറഞ്ഞ് പറ്റിക്കുമല്ലോ. ഈ റേഡിയം നിങ്ങൾ 5 ലക്ഷം മുടക്കിയാലും നിങ്ങൾക്ക് 5 കോടി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പലതരം തട്ടിപ്പില്ലേ. ഇത് ഹരിപ്പാട് നടന്നിട്ടുണ്ട് ഈ റേഡിയം തട്ടിപ്പ്, കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ട്. ഗോവിന്ദപുരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു തട്ടിപ്പ്, ചെങ്ങന്നൂര് ഒരു റേഡിയം തട്ടിപ്പില്ലേ, ഒരു BJP നേതാവിന്റെ പേരൊക്കെ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അതുമായി ബന്ധപ്പെട്ട് ഉള്ള കഥാപാത്രങ്ങളാണത്. പത്തനംതിട്ടക്കാരനായ ദുബായിലൊരു വ്യവസായിയാണല്ലോ ചെന്നിത്തലയോട് പറഞ്ഞത്, ഒരു ജെയിംസ് എന്ന ഒറ്റ പേരുള്ള ഒരാളാണെന്ന് തോന്നുന്നു. എന്തായാലും ഇങ്ങനെ ഈ എവിടെയും എത്താതിരിക്കെ ഈ കേസ് എവിടെയെങ്കിലും എത്തണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ തൊണ്ടി മുതൽ പ്രധാനമാണല്ലോ. തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ ഗോവർദ്ധന്റെ അവിടുന്ന് 475 ഗ്രാം ഉരുക്കി വെച്ച സ്വർണം എടുത്തുകൊണ്ട് പോകുന്നു, അവിടെ വെച്ച് നിർത്താം എന്ന് കരുതിയിട്ടുണ്ടാകാം. പക്ഷെ അവിടെ കൊണ്ട് നിൽക്കുന്നില്ലല്ലോ. ഇപ്പോ കോടതിയെ അറിയിച്ചിരിക്കുന്നത് തന്നെ വേറെ ചില സാധനങ്ങളും ഒക്കെ അല്ലേ, വ്യാളി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ചില സാധനങ്ങളും ഒക്കെ അവിടെ നിന്ന് കാണാതായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തെ പ്രശ്നം 60 ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കണം, അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കൂട്ടമായിട്ട് ഈ പ്രതികൾക്ക് മുഴുവൻ, ശബരിമല കേസിലെ പ്രതികൾക്ക് മുഴുവൻ ജാമ്യം കിട്ടുന്ന ഒരവസ്ഥയിലേക്കാണ് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ.
ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ശബരിമല കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പം പിടികൂടിയ ആൾക്കാർ, ഇപ്പോൾ പത്മകുമാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വാസു ആയിക്കോട്ടെ, ഇവർക്കൊക്കെ 60 ദിവസം കഴിഞ്ഞും കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം കിട്ടും. എന്ന് പറഞ്ഞാൽ കേസ് എവിടെയും എത്താതെ ഇവരൊക്കെ ജാമ്യം കിട്ടി പുറത്തു പോവുകയും കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുകയും അതായിരിക്കും സംഭവിക്കുക. ഇതിനു വേണ്ടിയിട്ട് സർക്കാർ നടത്തുന്ന ചില തന്ത്രപരമായ നീക്കമായിട്ട് ഇതിനെ വ്യാഖ്യാനിച്ചൂടെ? സർക്കാരിന് തന്ത്രപരമായിട്ട് ചെയ്യാമായിരുന്നത് SITക്ക് ഇത് രാജ്യാന്തര തലത്തിലുള്ള എന്തോ ആണ്, അതുകൊണ്ട് ഇത് CBI ഏറ്റെടുക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊഴിയാനായിട്ട് ഇപ്പൊ ഈ അന്വേഷണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യം കാണും. കാരണം ഇതൊരു പുലിവാലി കയറി പിടിച്ചിരിക്കുകയാണല്ലോ. പക്ഷെ CBIക്ക് വിടാൻ ഭയവും ഉണ്ടാവും. കാരണം പേടിക്കുന്ന എവിടെയെങ്കിലും ചെന്ന് ഇത് ഈ യഥാർത്ഥ ദൈവത്തിൽ ചെന്ന് CBI മുട്ടുമോ എന്നുള്ളൊരു ഭയം അല്ലേ ഉണ്ടാവുമല്ലോ. ഈ പ്രഥമ കുടുംബത്തിന് ആ ഭയം കാണും. അപ്പൊ അതുകൊണ്ട് ഈ അങ്ങനൊരു ആംഗിൾ ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് പറഞ്ഞ് എന്തായാലും വാർത്ത വന്നിട്ടുണ്ട്. ഇതൊക്കെ ആ കാലത്ത് നടന്നിട്ടുള്ളതാണല്ലോ 2019 എന്ന് പറയുന്നത്. അതെ, 2019 എന്ന് പറയുന്നത് ആ സ്വർണ്ണക്കടത്ത് നടന്നായിട്ട് പറയുന്നില്ലേ? അതെ. സ്വപ്ന സുരേഷും സരിത്തും ഒക്കെ ഉൾപ്പെട്ട സ്വർണ്ണക്കടത്തുണ്ടല്ലോ, നയതന്ത്ര ബാഗ് ശിവശങ്കർ കൊടുത്തയച്ചതായിട്ടും ഒക്കെ പറയുന്നില്ലേ? അതെ. മറ്റേ ഗൾഫിൽ പിടികിട്ടാത്ത ചില ആളുകളും ഒക്കെ ഉണ്ടല്ലോ. അതെ. ആ സ്വർണ്ണക്കടത്തുമായിട്ട് ഈ ശബരിമല സ്വർണ്ണ കൊള്ളയ്ക്ക് ബന്ധമില്ലേ എന്നൊരു സംശയമാണ് ഇപ്പോൾ ശക്തമായിട്ട് ഉയരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണപ്പാളികൾ ഒരുപക്ഷെ നയതന്ത്ര ബാങ്കേജ് വഴി ദുബായിലേക്ക് കടത്തിക്കൊണ്ട് പോയില്ല എന്ന് എന്തുകൊണ്ട് സംശയിച്ചുകൂടാ? അവിടെയാണ് ഈ ഡി മണിയുടെ ദുബായ് ബന്ധത്തെക്കുറിച്ചും ഡയമണ്ട് മണി എന്നുള്ള പേരിനെക്കുറിച്ചും ഒക്കെ ചർച്ച വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണെങ്കിൽ ആൻറ്റിക് പീസ് എന്ന രീതിയിൽ അതിന് വലിയ വില, മോഹവില എന്നാണ് പറയപ്പെടുന്നത്. ആ രീതിയിൽ അത് കൈമറിഞ്ഞു പോയിക്കൂടെ? അങ്ങനെ പോയി കൂടായികയില്ല. കാരണം ഈ പ്രശ്നം ആദ്യമേ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ തന്നെ സ്വപ്ന സുരേഷ് ഒരു സംശയം ഉന്നയിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഡിണ്ടിഗല്ല് കിടക്കുന്ന ഡി മണിയെ ചോദ്യം ചെയ്തല്ലോ. എന്തുകൊണ്ട് സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യുന്നില്ല? അവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ഉണ്ടെങ്കിലോ സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യേണ്ടതല്ലേ? ആ നയതന്ത്ര പാഴ്സലുകളിൽ ഇത് പോയിട്ടുണ്ട് എങ്കിൽ അത് സ്വപ്ന സുരേഷൻ സരിത്തും അറിയാതിരിക്കുമോ? അവർ രണ്ടുപേരെയല്ലേ ചോദ്യം ചെയ്യേണ്ടത്. എന്തായാലും എല്ലാവരും ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കടകംപള്ളിയും പ്രശാന്തിനെയും ഒക്കെ വിളിച്ചാണല്ലോ. ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള 3 ഇറീഡിയം തട്ടിപ്പുകാര്, അത് വെറും ഒരു പറഞ്ഞു പറ്റിക്കുന്ന തട്ടിപ്പാണത്. അതൊരു രാജ്യാന്തര, എനിക്കും തോന്നുന്നില്ല ഈ ഡി മണി രാജ്യാന്തര തലത്തിലുള്ള ഒരു കൊള്ളക്കാരനാണ് എന്നൊന്നും കരുതാൻ മാത്രമുള്ള സംഭവമില്ല. അത് UAE കോൺസുലേറ്റ് വഴി പോയ സംഭവങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധം അവർക്കില്ലല്ലോ. അപ്പൊ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ചോദ്യം ചെയ്യേണ്ട ഒരാള് സ്വപ്ന സുരേഷാണ്. സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യുന്നതിൽ ഈ സർക്കാരിന് വല്ല വിരോധമുണ്ടോ? ഈ സർക്കാർ ഇപ്പൊ 2-3 പേരെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ആളുകളെ ആ സംഘത്തിൽപ്പെടുത്താൻ പോവുമല്ലേ. അതെ. ചില കേസുകളിലൊക്കെ പെട്ട ആളുകളൊക്കെയാണ്, പക്ഷെ പാർട്ടി പറഞ്ഞെടുത്ത് നിൽക്കും. കേസിൽപ്പെട്ട ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിൽക്കുമല്ലോ. അതെ, അതെ. ഒരു പോലീസ് മറ്റേ CPM സംഘടന പോലീസിലെ അതുമായി ബന്ധപ്പെട്ട ഒരാൾ നിർദ്ദേശിച്ച 2 പേരാണെന്നും പറയുന്നുണ്ടല്ലോ ടീമിൽ വരുന്നത്. അപ്പോ ഈ അങ്ങനൊരു ആംഗിൾ ഉണ്ടെങ്കിൽ ഈ UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട പാഴ്സലുകളിലാണ് ഈ ശബരിമല സാധനങ്ങൾ 2019 കാലത്തൊക്കെ പോയിട്ടുള്ളതെങ്കിൽ തീർച്ചയായും ചോദ്യം ചെയ്യേണ്ടത് സ്വപ്ന സുരേഷിനെയാണ്. അപ്പൊ സ്വപ്ന സുരേഷിന് വേറൊരു റോൾ അല്ലേ, പ്രാധാന്യം വരുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് നടക്കുമോ എന്നുള്ളതാണ്. പിന്നെ പ്രധാനപ്പെട്ട ചോദ്യം ഇത് CBIക്ക് വിടണം എന്ന് പറഞ്ഞിട്ട് രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. അപ്പൊ CBIയിലേക്ക് ഈ അന്വേഷണം വിട്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ ശബരിമല തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമായിരിക്കും. CBIയുടെ അന്വേഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഊർജ്ജസ്വലമായിട്ട് ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ ഈ സർക്കാരിനോട് ചോദിക്കണ്ടല്ലോ. പിന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ വളരെ സ്വതന്ത്രമായിട്ട് സേനകൾ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇത് CBIക്ക് പോയി കൂടായികയില്ല എന്നും എനിക്ക് തോന്നുന്നുണ്ട്. ഹൈക്കോടതിക്ക്
കാരണം ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇത് നടക്കുന്നത്. അതെ. ഹൈക്കോടതിയുടെ മുമ്പിൽ അന്വേഷണ സംഘം പരാജയം സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കുറ്റപത്രം 60 ദിവസത്തിനകം സമർപ്പിച്ചിട്ടില്ല. കുറ്റപത്രം എവിടെയെന്നൊക്കെ ഇനി കോടതി ചോദിക്കുമല്ലോ. നിങ്ങൾക്ക് സൗകര്യമില്ലെങ്കിൽ മറ്റേ രാജീവ് ചന്ദ്രശേഖരന്റെ ഹർജിയുണ്ട്. CBIയോട് ഹൈക്കോടതി ചോദിക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയുമോ? അവർ സമ്മതിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ്, ഞങ്ങൾ തയ്യാറാണെന്നുള്ള മട്ടിലാണ് അവർ നിലകൊള്ളുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് CBIക്ക് പോകാനുള്ള സാധ്യത കൂടിക്കൂടി വരികയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.